ആറാം സെമസ്റ്റർ റിസൾട്ട് വന്നതിന് ശേഷം പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു കാര്യമാണ്, ഇനി ഞങ്ങൾക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് കിട്ടാൻ പോകുന്നത് എന്ന്. ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്, ദെൻ മാർക്ക് ലിസ്റ്റ്, TC, CC, കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് തുടങ്ങിയ കാര്യങ്ങളാണ് കിട്ടാറുള്ളത്. എന്നാൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ മാർക്ക് ലിസ്റ്റും കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും വന്നതിന് ശേഷം നിങ്ങൾ ജനസേവാ കേന്ദ്രത്തിലോ അക്ഷയ സെൻറ്ററിലോ പോയി അപ്ലൈ ചെയ്താൽ മാത്രമാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന ജനസേവാ കേന്ദ്രവും അക്ഷയ കേന്ദ്രവും കൂടാതെ ഒറ്റയ്ക്ക് തന്നെ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായി ചെയ്യാവുന്ന കാര്യമാണ്. അതിനുശേഷമാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുക. ഇനി എന്ന് കിട്ടുമെന്ന് ചോദിക്കുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഈ മാസം അവസാനം തന്നെ കിട്ടും. കഴിഞ്ഞ വട്ടത്തെ റിസൾട്ടുമായി കമ്പയർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഡേറ്റ് ഇത്ര ദിവസത്തിനുള്ളിൽ വന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വട്ടം കുറച്ചും കൂടി റെക്കോർഡ് വേഗത്തിൽ വന്നിരുന്നു. എന്നാൽ ഈ വട്ടം കുറച്ച് ലേറ്റാണ്. ആയതുകൊണ്ട് ഇനിയും ലേറ്റ് ആവാൻ സാധ്യതയില്ല. ഫർദർ സ്റ്റഡീസിനോ ജോലിക്കോ മറ്റോ പോകണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുത്തിരിക്കണം. അതുകൊണ്ട് മോസ്റ്റ് പ്രോബബ്ലി ഈ മാസം അവസാനം തന്നെ മാർക്ക് ലിസ്റ്റ്, പ്രൊവിഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ദെൻ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് ആദ്യം നമുക്ക് സോഫ്റ്റ് കോപ്പിയായി യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അവൈലബിൾ ആവും. അത് പ്രിൻ്റ് ഔട്ട് എടുക്കാം. അതിനുശേഷം കോളേജുകാർ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് അയക്കുന്ന ഈ ക്രെഡൻഷ്യൽസൊക്കെ നമുക്ക് കോളേജിൽ പോയിട്ട് കൈപ്പറ്റാവുന്നതാണ്. പിന്നെ ജയിച്ചവർക്ക് മാത്രമാണ് മാർക്ക് ലിസ്റ്റും കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും പ്രൊവിഷൻ സർട്ടിഫിക്കറ്റും കിട്ടുകയുള്ളൂ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ തോറ്റിട്ടുണ്ടെങ്കിൽ സപ്ലിമെൻ്ററി ഉള്ളവർക്ക് സപ്ലിമെൻ്ററി ജയിച്ചതിന് ശേഷം മാത്രമാണ് ഈ പറഞ്ഞ ക്രെഡൻഷ്യൽസ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇതിനു മുൻപായിട്ട് ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? യൂണിവേഴ്സിറ്റിയിൽ പോയത് ക്ലെയിം ചെയ്യണം. അതാത് സെമസ്റ്ററിൽ മാർക്ക് വാങ്ങിച്ചിരിക്കണം. അതിനുശേഷം അപ്ലൈ ചെയ്യുക ഒറിജിനൽ സർട്ടിഫിക്കറ്റിന്. അല്ലെങ്കിൽ പിന്നെ വീണ്ടും റീ അപ്ലൈ ചെയ്യേണ്ടി വരും. 5 വരെയുള്ള സെമസ്റ്ററിൻ്റെ മാർക്ക് ലിസ്റ്റ് സെപ്പറേറ്റ് ആണെങ്കിൽ 6ാമത്തെ സെമസ്റ്റർ പരീക്ഷകളുടെ മാർക്ക് ലിസ്റ്റ് കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡിനൊപ്പമാണ് സാധാരണ വരാറുള്ളത്. നമുക്കിത് കിട്ടുമ്പോഴാണ് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയാൻ സാധിക്കുക. 6ാം സെമസ്റ്റർ പരീക്ഷകളുടെ മാർക്ക് ലിസ്റ്റ് കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡിനൊപ്പം വരും. അതും പലരും ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്. വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഡിഗ്രി എന്ന പ്രോഗ്രാം ജയിച്ചു, ഓക്കെ, പക്ഷേ ഇതിൻ്റെ പല കാര്യങ്ങളും പ്രോസസ്സിംഗ് ആണ്. നിങ്ങളിങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ കാണുകയും കേൾക്കുകയും നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്താൽ മാത്രമാണ് ഈ പറയുന്ന ഡിഗ്രി പ്രോഗ്രാമിന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാതെ വന്ന് ചില കോംപ്ലിക്കേഷനിലേക്ക് പോകാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നത്. സോ സ്റ്റേ ട്യൂൺ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി മാർക്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന പോലെ ആദ്യം സോഫ്റ്റ് കോപ്പി ആയിട്ട് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. നിങ്ങളത് എന്തായാലും നോക്കുകയും പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ ഓരോ സെമസ്റ്ററിനും കിട്ടിയ മാർക്ക് ശരി തന്നെയല്ലേ, അന്നത്തെയും ഇന്നത്തെയും മാർക്കുകൾ വ്യത്യാസമൊന്നുമില്ലല്ലോ, അതായത് ആദ്യം എടുക്കുമ്പോൾ ഓരോ സെമസ്റ്റർ പരീക്ഷകൾ ജയിക്കുമ്പോൾ ഉള്ള മാർക്ക് തന്നെയല്ലേ ഇപ്പോൾ ഉള്ളത്, എന്തെങ്കിലും വ്യത്യാസമുണ്ടെന്ന കാര്യം ക്രോസ് ചെക്ക് ചെയ്യണം. അങ്ങനെ വ്യത്യാസമുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പോയി പ്രത്യേകിച്ച് എക്സാം കൺട്രോളിൻ്റെ കാര്യം അറിയിച്ച് മാറ്റേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. പല കാര്യങ്ങളും നമ്മൾ ഇങ്ങനെയൊന്നും നോക്കാറില്ല. അന്ന് കിട്ടിയ മാർക്ക് തന്നെ ആയിരിക്കുമല്ലോ ഇന്നും ഉണ്ടാവുക എന്ന് വിചാരിച്ച് പോവുകയാണെങ്കിൽ അങ്ങനെ തെറ്റുകൾ വരാറില്ല. പക്ഷെ തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ വലിയ വില കൊടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.